ഹായ്, ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ഈവനിങ്. അമ്മയും അമ്മച്ചിയും കൂടെ മുകളിൽ ചെടിനിടുവാണേ അവിടെ. അപ്പോൾ അത് നമുക്ക് പോയിട്ട് കണ്ടിട്ട് വരാം. ഞാനിപ്പോൾ അതിനിടയ്ക്കാണ് ഇൻട്രോ എടുക്കുമ്പോൾ ഞാൻ താഴേക്ക് വന്നതാണ്. ഓൾറെഡി പോയി മുകളിൽ. ഞാൻ താഴെ പോയിട്ട് വരികയാണ്. താഴെ അവിടെ ഒരു കല്ലുണ്ടായിരുന്നു, അതെടുത്തോണ്ട് മുകളിലേക്ക് പോയി. ആ കല്ല് കൊണ്ടുപോയതൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. കൊണ്ടുപോയതല്ല, ആ കല്ല് എടുക്കാൻ പോയത് എടുക്കുന്നത് കാണാൻ പറ്റില്ല, ഭയങ്കര വെയിറ്റ് ആയിരുന്നു. എന്തിനാ കൊല്ലുന്നാല് അതങ്ങനെ ഇവിടെ പുഴു വന്ന് അത് തന്നെ ശരിയല്ല. എങ്ങനെ ഒരു പുഴു വന്നു, പിന്നെ അതങ്ങ് മുഴുവൻ ഈ ഓമ കായ്ക്കത്തില്ല. ഇത്രയും നാളല്ല, 1.5 കൊല്ലായി ഓമ. ചൂട് വേണോ? ചൂട് വേണോ? തൂക്കാൻ ചൂട് വേണം. ആ മാവ് കുറച്ചുകൂടെ വളർന്നല്ലേ? മാവല്ലേ, പ്ലാവ്. എന്ത് കട്ട? അതാ വലിയ കട്ടയോ? നീ ചവിട്ടിക്കറി നിൽക്കുന്നല്ലേ? അഞ്ചൊരു കട്ടി വെള്ളമാണ്. ഇവിടെ 5 ചോട്ട് വെള്ളമുണ്ടോ? ചൂട് നോക്കാൻ പാടില്ല. നമ്മുടെ സൂപ്പർവൈസർ സെബ എന്തി? സൂപ്പർവൈസർ സെബ. അയ്യോ, എവിടെയാ സെബ? എടി പൊള്ളും ഇങ്ങോട്ട് മാറ്, പൊള്ളും മാറ് നിന്റെ. എൻ്റെ ദൈവമേ, എന്ത് വാ സെബ. അയ്യയ്യയ്യയ്യേ, ഇതിൻ്റെ ഇതിനെ കുളിപ്പിക്കണേ. നിന്റെ മേല് മുഴുവൻ കരിയാ. കെട്ടിയിടാൻ പറഞ്ഞാൽ കേൾക്കൂല. കെട്ടിയിടാനാണെങ്കിൽ പിന്നെ അതിനെ മുകളിൽ നിന്ന് താഴോട്ട് കൊണ്ടുപോകും, താഴെ നിന്ന് മുകളിലോട്ട് കൊണ്ടുപോകുന്ന ആവശ്യമുണ്ടോ? നമ്മൾ ഇവിടെ തീയല്ലേ? റോഡ് വെക്കാനല്ലേ? വലിയ കട്ട വെച്ചാലും വെള്ളം താഴെ പോകത്തില്ല. ഓടാൻ പാടില്ല. ഓടിൻ്റെ പാത്തി നിൽക്കും. എടുത്തിട്ട് വരുവാടാ, എടുത്തോണ്ട് വന്നോ. ഇത്രയും വലിയ കട്ടയാ, നല്ല വെയിറ്റാ. ഒരാള് പോകല്, അത് 2 കൊണ്ട് പോകുള്ളത്. നല്ല വെയിറ്റാ. കഴിഞ്ഞിട്ട് കൊടുക്കണം. അവിടെ വെക്കാതെ അങ്ങോട്ട് കൊട്ട 2 പേരും ഏതാണ്ട് ഈ വീട്ടിലോട്ട് പോയി. ഞാൻ അമ്മേനോട് പറഞ്ഞല്ലേ ഇങ്ങനെ കെട്ടിയുടെ. നിങ്ങളെല്ലാവരും കേട്ടല്ലേ? എന്തായാലും കെട്ടിയിട്ടില്ല, എന്നോട് ദേഷ്യപ്പെട്ടു വന്നു. അപ്പോൾ അതിങ്ങോട്ട് ഇനി എന്നെ പിടിക്കാൻ പോകണം.
കിട്ടിയിട്ടോ. ഞാനേ അപ്പുറത്തെ വീട്ടിൽ പോയി പിടിച്ചു. അമ്മൂൻ്റെ ഇപ്പുറത്തെ വീട്ടിൽ അമ്മൂൻ്റെ ഉണ്ട്. അമ്മൂൻ്റെയും കൂട്ടിയിട്ട് ഞാൻ അവിടെ പോയി പിടിച്ചു. അതെ, ആ വീട് അടഞ്ഞടക്കുമായിരുന്നു. പിന്നെ ഷൂട്ട് ചെയ്തില്ല. ഇവിടെ പിടിക്കാൻ പോകണ്ടേ, അപ്പോൾ അതുകൊണ്ട് പിടിക്കാൻ പോകുന്നത് ഷൂട്ട് ചെയ്തില്ല. അവൾ ടെറസിന് മുകളിൽ നിന്ന് അപ്പുറത്തേക്ക് ചാടി. ഞാൻ പിടിച്ചോണ്ട് വന്ന ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഉണ്ട്. എന്താണെന്ന് ഞാനേ ആ കല്ല് പൊക്കിയല്ലോ, കല്ല് പൊക്കിയിട്ടപ്പോൾ കൈക്ക് ഭയങ്കര വേദന. എൻ്റെ കൈക്കൊരു ഇൻസിഡൻ്റ് ഉണ്ടായത് എന്നെ സ്ഥിരം ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് കൈക്ക് നല്ല വേദന. അങ്ങനെ ഞാൻ ആ റൂമിൽ കിടക്കുമായിരുന്നു. അപ്പോഴാണ് വിളിച്ചത്. പിന്നെ ഇപ്പോൾ എടുത്തോണ്ട് വന്നു. ഒരു സ്ഥലത്തേക്ക് ചാടി. അന്നേരം പിടിച്ചോണ്ടപ്പോൾ ഇത് എവിടുന്ന് ചാടി? വെള്ള പൂച്ചേനെ കടിക്കാൻ എനിക്ക് വയ്യ. ഇതിപ്പോൾ അതാ നിൽക്കുന്നു വീടിൻ്റെ അങ്ങേറ്റത്ത്. വാ വാ. ആ അമ്മൂൻ്റെ വീടിൻ്റെ അതിൻ്റെ കയറൂരിയായിരുന്നോ? കയറുണ്ട്. എന്താ നമ്മുടെ വീട്ടിലല്ല. ലാഡർ എന്തി? ലാഡർ കൊണ്ട് പിടിക്കാൻ നോക്കാം. വാ. ലാഡർ എന്തി? ലാഡർ കൊണ്ട് പിടിക്കാം. വാ. അത് പിന്നെ നിങ്ങളോട് ഞാൻ അന്നേരം മര്യാദയ്ക്ക് പറഞ്ഞല്ലേ അമ്മ കെട്ടിയിടാൻ. ഇപ്പം ഈ വാല് വന്നത് ഞാൻ അറിഞ്ഞില്ല. അമ്മ എനിക്ക് എൻ്റെ കൈവേദനയായിട്ട് ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു. എനിക്ക് ഞാൻ കൈവേദനയായിട്ട് അവിടെ ഇരിക്കുമായിരുന്നു. ഞാൻ മുകളിലേക്ക് പോലും പിന്നെ കയറി വന്നില്ല. അവള് സ്വന്തം കയറി വന്നു കേട്ടോ. അവളെ കെട്ടി ഞങ്ങളവിടെ നിന്നപ്പോൾ അവള് സ്വന്തം കയറി അവളെ കെട്ടി. ഞാനേ ഈ കൈവേദന പറഞ്ഞ മുകളിൽ ഇവിടെ താഴെ ഇരിക്കുമല്ലോ. അപ്പൊ മുകളിൽ ബാൽക്കണിയുടെ ഡോറ് തന്നത് ഞാൻ അറിഞ്ഞില്ല. അതിനെ കൂടെ ഇറങ്ങിപ്പോയി. എന്നാലും കെട്ടി പോയ വഴി അവിടെ തന്നെ തിരിച്ചു തരും. അപ്പൊ ഫ്രണ്ട്സ്, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. കൈക്ക് നല്ല വേദനയുണ്ട്. അപ്പൊ അതുകൊണ്ട് കിട്ടുക. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് ശരിയാവും. ഒരു 2-3 ദിവസമൊക്കെ പിടിക്കുമായിരിക്കും ചിലപ്പോൾ. എനിക്ക് ഒരു ലിമിറ്റ് വിട്ട് വെയിറ്റ് വെക്കാൻ പറ്റില്ല ഈ കൈ കൊണ്ടേ. ലിഗമെന്റ് ഇഞ്ചുറി അല്ലേ. അപ്പോൾ ഒരു ലിമിറ്റ് വിട്ട് വെയിറ്റ് വെക്കി കഴിഞ്ഞാൽ അത് വേദന ഉണ്ടാക്കും കൈകൾ. അപ്പോൾ പിന്നെ ഇത് കഴിയുമ്പോൾ ഒരു സുഖമുണ്ട്, ഒരു ആശ്വാസം കിട്ടും. ചെറിയൊരു ആശ്വാസം കിട്ടും. അതാണ്. കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. വേദന നമുക്ക് നാളെ കാണാം. പിന്നെ സെബ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഉറങ്ങുമല്ല, മേല് വൃത്തിയാക്കുന്നു. ഞങ്ങളോട് കംപ്ലൈൻറ്റ് ബസ് കിടക്കുമായിരുന്നു. അതാ ഇങ്ങനെ. എൻ്റെ വേറൊരു കുഞ്ഞു കമ്പിളിയാണ് അത്. പിന്നെ ഈ കസാരയിലുണ്ട് ഇതല്ല. പിന്നെ ഈ തണുപ്പും മഴയൊന്നും പിന്നെ എടുത്ത. പക്ഷെ ഇവിടെ ചൂടാ. പിന്നെ ഇവിടെ AC മാറ്റി. മുൻപ് ഇവിടെ വേറൊരു AC ആയിരുന്നു. അപ്പോൾ ആ AC മാറ്റി വെച്ചു. വേറൊന്നും വെച്ചു. ഇത് പഴയ AC ആണ്. ഇത് പഴയ AC ആണ്. ഓഫീസിൽ നിൽക്കുന്ന AC ആണ്. അപ്പം അതിങ്ങോട്ട് വെച്ചു. അത് വെച്ചപ്പം നമ്മൾ ഡെയിലി വ്ലോഗ് ചെയ്യുന്നൊരു ദിവസം അല്ലായിരുന്നു വെച്ചേ. അതുകൊണ്ട് അത് വെച്ചതൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ നല്ല AC ആട്ടോ. നല്ല കാറ്റാ. ഇത് വിട്ടുന്നുണ്ട്. കേട്ടോന്ന് എനിക്കറിയില്ല. ഇത് വിട്ടുന്നുണ്ട്. അപ്പം ശരി, കാണാം.